ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് ഉത്തരവായി. 70-കാരിയുടെ മരണത്തിൽ മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അന്വേഷണം നടത്തും. ഇവർ ഇന്ന് ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, എന്തായാലും ഈ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അന്വേഷണം നടത്തും. ആശുപത്രിയിൽ നേരിട്ടെത്തിയാകും അന്വേഷണം നടത്തുക എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, 70-കാരി മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നുള്ള പരാതിയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര അന്വേഷണ സമിതി നിലവിൽ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. അന്വേഷണം നടത്തി നാളെ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് സമർപ്പിക്കും. ഇതിന് പുറമെയാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഇതനുസരിച്ച് തിരുവനന്തപുരത്തെ അതോടൊപ്പം തന്നെ കൊല്ലത്തെയും ഡോക്ടർമാരടങ്ങുന്ന 3-അംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുക. ആ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് അവർ കൈമാറുകയും ചെയ്യും. പ്രധാനമായിട്ടും ബന്ധുക്കൾ ആരോപിച്ചിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഉമൈബ മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ്. പനി ബാധിച്ചാണ് ഉമൈബ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പക്ഷേ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആകുന്നത് ആശുപത്രി അധികൃതർ കൃത്യമായിട്ട് ചികിത്സ നൽകാത്തതോടുകൂടിയാണ് പിന്നീട് വണ്ടാനത്ത് നിന്ന് ഉമൈബയെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ ഇരിക്കെ തന്നെയാണ് മരണം സംഭവിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും ബന്ധുക്കൾ ഉന്നയിക്കുകയും മൃതദേഹവുമായിട്ട് പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നീക്കം. എന്തായാലും ഇക്കാര്യത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ആരോഗ്യ വകുപ്പ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. നേരത്തെ ഷിബിന എന്ന യുവതി പ്രസവത്തെ തുടർന്ന് അണുബാധയേറ്റ് മരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തിയിരിക്കുകയാണ്. എന്തായാലും അതിന് തുടർച്ചയെന്നോണമാണ് വീണ്ടും ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. ഇതിലും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടും ഏറെ പ്രസക്തമായിട്ട് വരും. ലക്ഷ്മി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.